16-ാം നൂറ്റാണ്ടിലെ ആംഗ്ലിക്കൻ നവീകരണത്തിന് ശേഷം ഇതാദ്യമായി ബ്രിട്ടീഷ് രാജകുടുംബത്തിലെ അംഗത്തിന് കത്തോലിക്ക വിശ്വാസപ്രകാരമുള്ള മൃതസംസ്കാരം നടത്തുന്നു. 1994-ൽ കത്തോലിക്ക വിശ്വാസം സ്വീകരിച്ച കെന്റിലെ പ്രഭു കാതറിൻ ലൂസി മേരി വോസ്ലിയുടെ മൃതസംസ്കാരമാണ് വെസ്റ്റ്മിനിസ്റ്റർ കത്തീഡ്രലിൽ നാളെ ഉച്ചയ്ക്ക് നടക്കുക. കത്തോലിക്ക വിശ്വാസപ്രകാരം നടക്കുന്ന മൃതസംസ്കാര കർമ്മങ്ങളിലും വിശുദ്ധ കുർബാനയിലും ചാൾസ് രാജാവും കാമില രാജ്ഞിയും വിദേശ രാജ്യങ്ങളിലെ രാജകുടുംബാംഗങ്ങളും പങ്കെടുക്കും. കഴിഞ്ഞ 4-നാണ് 92 വയസ്സുകാരിയായ പ്രഭു വിടവാങ്ങിയത്. സംസ്കാരത്തിന് മുന്നോടിയായി ഭൗതികദേഹം ഇന്ന് വൈകുന്നേരം കത്തീഡ്രലിൽ എത്തിക്കും. തുടർന്ന് പ്രത്യേക പ്രാർത്ഥനകളും വിശുദ്ധ കുർബാനയും നടക്കും. വിംബിൾഡൺ ടെന്നീസ് മത്സരവേദിയിൽ സ്ഥിരം സാന്നിധ്യമായിരുന്ന കാതറിൻ പ്രഭുയാണ് പലപ്പോഴും ജേതാക്കൾക്കുള്ള ട്രോഫികൾ സമ്മാനിച്ചിരുന്നത്. ജന്മം കൊണ്ട് ആംഗ്ലിക്കൻ വിശ്വാസിയായിരുന്നു കാതറിൻ. 1961-ൽ കെൻ പ്രഭുവും ജോർജ് 5-ാമൻ രാജാവിന്റെ ചെറുമകനുമായ എഡ്വേർഡ് രാജകുമാരനെ വിവാഹം ചെയ്തു. ലേഡി ഹെലൻ ടൈലർ, നിക്കോളാസ് വിൻസർ പ്രഭു, ജോർജ് വിൻസർ എന്നിവരാണ് മക്കൾ. 1975-ൽ തന്റെ 4-ാമത്തെ കുട്ടിയെ ഗർഭിണിയായിരിക്കെ പ്രഭുയ്ക്ക് 5-ാമനി ബാധിച്ചു. തുടർന്ന് ഗർഭചിത്രം നടത്തി. പിന്നീട് ഗർഭിണിയായിരിക്കെ 36-ാം ആഴ്ചയിൽ കുഞ്ഞിനെ നഷ്ടപ്പെട്ടു. 2 വർഷം മുൻപ് നടത്തിയ ഗർഭചിത്രത്തിനുള്ള ശിക്ഷയായാണ് കാതറിൻ അതിനെ കണക്കാക്കിയത്. വ്യക്തിപരമായ സഹനങ്ങളുടെയും അനുഭവങ്ങളുടെയും പശ്ചാത്തലത്തിൽ നിന്നാണ് പ്രഭു കത്തോലിക്ക വിശ്വാസത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്നത്. 1685-ൽ ചാൾസ് 2-ാമൻ രാജാവ് മരണക്കിടക്കയിൽ കത്തോലിക്ക വിശ്വാസം സ്വീകരിച്ചിരുന്നു. എന്നാൽ ആംഗ്ലിക്കൻ രീതിയിലാണ് അദ്ദേഹത്തെ സംസ്കരിച്ചത്. 17-ാം നൂറ്റാണ്ടിന്റെ അവസാനം മുതൽ ബ്രിട്ടീഷ് രാജകുടുംബത്തിലെ ഒരു അംഗത്തെയും കത്തോലിക്ക സഭയിലേക്ക് പരസ്യമായി സ്വീകരിച്ചിട്ടില്ലായിരുന്നു. അതിനാൽ തന്നെ കെൻ പ്രഭുയുടെ വിശ്വാസ പരിവർത്തനം ഏറെ ശ്രദ്ധ നേടിയിരുന്നു. 2022 സെപ്റ്റംബർ 8-ന് എലിസബത്ത് രാജ്ഞി വിടവാങ്ങിയ ശേഷം ബ്രിട്ടീഷ് രാജകുടുംബത്തിലെ ജീവിച്ചിരിക്കുന്ന പ്രായം കൂടിയ അംഗമായിരുന്നു കാതറിൻ.